നമസ്കാരം. നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ ISI ചാരന്മാരിൽ മലയാളിയും ഉൾപ്പെടുന്നുവെന്ന വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരള സമൂഹം. പൊതുവെ ഉത്തരേന്ത്യയിൽ നിന്നുമുള്ളവരാണ് ഇത്തരം പാക് ചാരക്കേസുകളിൽ അറസ്റ്റിലാകാറുള്ളത്. എന്നാൽ വിശാഖപട്ടണം കപ്പൽശാല കേന്ദ്രീകരിച്ചുള്ള സംഘടിത ചാരപ്രവൃത്തിയിൽ മലയാളികളടക്കം 3 പേരെ കൂടി കഴിഞ്ഞ ദിവസമാണ് NIA അറസ്റ്റ് ചെയ്തത്. കൊച്ചി കപ്പൽശാലയിലെ ട്രെയിനിയായി ജോലി ചെയ്തിരുന്ന കടമക്കുടി സ്വദേശി PA അഭിലാഷാണ് പിടിയിലായ മലയാളി. ഉത്തര കന്നഡ ജില്ലയിൽ നിന്നും വേദൻ ലക്ഷ്മൺ ടണൽ, അക്ഷയ് രവി നായിക് എന്നിവരാണ് ചൊവ്വാഴ്ച അറസ്റ്റിലായവർ. ഇതോടെ വിശാഖപട്ടണം ചാരക്കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അഭിലാഷിനെ ആദ്യം NIA വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് തിരിച്ചയച്ചു. അതിനുശേഷം അഭിലാഷിന്റെ മൊഴികളെല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അഭിലാഷിനെയും കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിൽ നേരത്തെ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. പിടിയിലായവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാക് ചാര സംഘടനയായ ISIയുമായി ബന്ധപ്പെട്ടുവെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ 3 പേരും ഇന്ത്യൻ നാവികസേനയുടെ കർവാർ ആസ്ഥാനമായും കൊച്ചി നാവികസേന ആസ്ഥാനത്തെയും കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് പാകിസ്ഥാന് കൈമാറിയത്. കർവാർ നാവികസേനയിലുള്ള ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതികൾ പ്രധാനമായും കൈമാറിയത്. 2021 വിശാഖപട്ടണം ചാരക്കേസ് പുറത്തു വന്നത്. 2023 ജൂണിലാണ് NIA അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ വർഷം അഭിലാഷിനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ തെളിവിന്റെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ സോഷ്യൽ മീഡിയ വഴി പാക് ചാരന്മാരും ബന്ധപ്പെട്ടിരുന്നു എന്ന് NIAക്ക് വ്യക്തമായത്. വെറുതെ വിട്ടെങ്കിലും അഭിലാഷിനെ NIAയുടെ നിരീക്ഷണത്തിന്റെ റഡാറിലായിരുന്നു. അഭിലാഷിനൊപ്പം കൊച്ചി ഷിപ്പ്യാർഡിലെ വെൽഡർ കം ഫിറ്ററായ തിരുവനന്തപുരം അരുമാനൂർ സ്വദേശി അഭിഷേകിനെയും NIA ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ല. ഫേസ്ബുക്കിൽ നാവിക ഉദ്യോഗസ്ഥയായി ചമഞ്ഞെത്തിയ പാക് സ്ത്രീക്കാണ് ഇവർ വിവരങ്ങൾ അയച്ചു നൽകിയത്. അഭിലാഷ് ഉൾപ്പെടെയുള്ളവരുമായി സ്ത്രീ സോഷ്യൽ മീഡിയയിൽ സൗഹൃദം പുലർത്തിയിരുന്നു. സൗഹൃദം ഉറപ്പിക്കാനായി ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങളും കൈമാറി. പതിവായി വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്തു. ബന്ധം ആഴത്തിലാണ് എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സ്ത്രീ ഹണി ട്രാപ്പ് ഒരുക്കിയത്. തുടർന്ന് നാവികസേന ആസ്ഥാനത്ത് യുദ്ധ കപ്പൽ നീക്കങ്ങൾ, പ്രവർത്തന വിശദാംശങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോൾ എന്നിവയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിൽ അവർ ഓരോ മാസവും 5000 രൂപ വീതം കൈപ്പറ്റിയെന്നും NIA കണ്ടെത്തി. പ്രതികൾ പാകിസ്ഥാൻ അയച്ചു കൊടുത്ത വിവരങ്ങൾ ഏതു വിധത്തിലാണ് എന്ന് ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ് NIA സംഘം. ചാരവലയത്തിൽ മറ്റാർക്കെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും NIA അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ തേടാനായി പ്രതികളെ NIA വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.